ഹായ് ഫ്രണ്ട്സ്, സഞ്ചാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. അതിനുശേഷം നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയ വീഡിയോസ് ആരംഭിക്കുകയാണ്. ഇനിയെങ്കിലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈക്ക് ടാക്സി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണോ അതോ നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം നമ്മൾ തീരുമാനത്തിലെത്തി. കുറച്ച് വീഡിയോസ് കൂടെ നമ്മൾ ബൈക്ക് ടാക്സി വ്ളോഗ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് സൺഡേ ഈവനിങ് ആണ്. നമ്മളിപ്പോൾ ഇന്നൊരു ഈവനിങ് റൈഡാണ് ഇനി മുതൽ ചെയ്യുന്നത്. കാരണം ഡൽഹിയിൽ നല്ല ചൂടാണ്. ചൂടത്ത് പകൽ റൈഡ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇനി നൈറ്റ് റൈഡായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈഡ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ മാൾവിയ നഗർ എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ കസ്റ്റമർ വന്നു, നമ്മൾ ഫസ്റ്റ് റൈഡ് പിക്ക് ചെയ്തു. ഈ റൈഡ് നേരെ നമുക്ക് ഹോസ്കാസ് ഡീർ പാർക്കിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. മെയിൻ റോഡിൽ കൂടെ പോയാൽ കുറച്ച് തിരക്കാണ്. അത് കാരണം നമുക്ക് ഈ ഗളിക്കുള്ളിൽ കൂടെ കയറിയിട്ട് മാൾവിയ നഗർ മാർക്കറ്റ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. മാർക്കറ്റിൽ കൂടെ കയറി ഇറങ്ങി അപ്പുറത്തിറങ്ങാം. മെയിൻ റോഡിൽ കൂടെ പോയാൽ നല്ല ട്രാഫിക് ജാം ആയിരിക്കും. കാരണം ഞായറാഴ്ച ഈ ഒരു 7 മണി 8 മണി ഈ സമയത്ത് ആളുകളെല്ലാം ഒന്ന് പുറത്തിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ഈ ഒരു സമയം. ഒരു 8-9 മണിയായി കഴിഞ്ഞാൽ പിന്നെ റോഡ് കാലിയാവും. പകലെല്ലാവരും ചൂടത്ത് വീട്ടിലിരുന്നതിന് ശേഷം ഈവനിങ്ങിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. നമ്മൾ എന്തായാലും ബൈക്ക് ടാക്സി സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ചൊരു ഇൻഫർമേറ്റീവായ കുറച്ച് എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു കുറച്ച് വീഡിയോസ് കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം ഇനിയിപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഓൾ ഇന്ത്യ ലെവലിൽ പുതിയൊരു നിയമം വരാൻ സാധ്യതയുണ്ട്. ബൈക്ക് ടാക്സി രജിസ്ട്രേഷൻ ബൈക്ക് ചെയ്യാൻ എന്ന ഒരു പുതിയ നിയമം ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കേരളത്തിലും ആളുകൾ ജോയിൻ ചെയ്യാനായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള കുറച്ച് വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അതോ പിന്നീടാണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മാൾവിയ നഗർ മാർക്കറ്റിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലൊക്കെ ഈ ഒരു സമയത്ത് നല്ല തിരക്കുണ്ട്. ഇപ്പം ഇവിടെ പൊതുവേ ഈ ഒരു മാർക്കറ്റിൽ എല്ലാ ദിവസവും ഈ ഒരു 7 മണി 8 മണി സമയത്ത് നല്ല തിരക്കുള്ളൊരു സമയമാണ്. ഈ ഏരിയയിൽ കൂടുതൽ പഞ്ചാബികൾ താമസിക്കുന്ന ഒരു ഏരിയ. നല്ല പൈസക്കാർ ടീമിൻ്റെ ഏരിയ ഇത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഓർഡറുകൾ വരുന്ന സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ഓൺലൈൻ ഓർഡറുകൾ വരുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നല്ല ജാമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ലെഫ്റ്റ് എടുത്ത് ഷോർട്ട് കട്ട് കയറി അപ്പുറത്തെ റോഡിലാണ്. ഈ റോഡിലും നല്ല ജാമാണ്. കാരണം ഈ കാറുകാർ കൊണ്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടല്ലേ. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി കണ്ടില്ലേ, ആ റോഡിലൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നു. അത് കാരണം 2 സൈഡിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ മര്യാദയില്ലാതെ ഒരു പാർക്കിങ് ചെയ്യുന്നത്. മിക്ക വണ്ടികളും കൊണ്ട് റോഡിൽ നടുക്കിട്ടിട്ട് പോകും. അത് കാരണം എന്തോരം ട്രാഫിക് ജാം വന്നറിയാം ഇവിടെ. പിന്നെ നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നുഴഞ്ഞ് കയറി പോകാൻ പറ്റും. ഡൽഹിയിൽ പെട്ടെന്ന് റോഡ് മാർഗം പെട്ടെന്ന് എത്തണമെങ്കിൽ ബൈക്ക് ടാക്സിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇപ്പം നല്ല ഡിമാൻഡ് ആവുക. കണ്ടിന്യൂ ഇഷ്ടംപോലെ ഓർഡറുകൾ വന്നുകൊണ്ടേയിരിക്കുക ബൈക്ക് ടാക്സിക്ക്. ഇഷ്ടംപോലെ ആളുകൾ ഇറങ്ങുന്നുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക്. കൂടുതലും ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം പകൽ ഡ്യൂട്ടിക്ക് പോയിട്ട് 5 മണിക്ക് ശേഷം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 9 മണി 10 മണി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ 10-600-700 രൂപ ഓടാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഇനിയിപ്പോൾ ഒരു പുതിയൊരു നിയമം വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് വണ്ടി ഓടാൻ പറ്റില്ല. പുതിയൊരു നിയമം വരുന്നിടം വരെ പ്രൈവറ്റ് വണ്ടി ഓടാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ജാമിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് വെച്ചളക്കാം.
ഇതിപ്പോൾ ഹോസ്കാസ് ഡിയർ പാർക്കിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത്. ഇതെല്ലാം ഇതിനകത്ത് കൂടുതലും ബാറുകൾ പബ്ബുകളൊക്കെ ഉള്ള ഒരു ഏരിയ ഇവിടെ. ശനി ഞായറുമൊക്കെ നല്ല തിരക്കുള്ള ഏരിയ ഒരു സമയം ഇവിടെ. പോലീസുകാരൊക്കെ വന്ന് നിൽപ്പുണ്ട് അവിടെ, കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് വരുന്നവന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടി. ശനിയും ഞായറും എല്ലാവരും വെള്ളം അടിച്ചിട്ടാണ് ഓടിക്കുന്നത്. രാത്രിയൊന്നും അങ്ങനെ പിടുത്തമൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഓട്ടോക്കാർക്ക് ഇഷ്ടംപോലെ ഓട്ടം കിട്ടുന്ന ഏരിയ. ഓട്ടോ, ടാക്സി, ബൈക്ക് എല്ലാത്തിനും നല്ല ഓട്ടം കിട്ടുന്ന ഏരിയ ഇത്. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, വേറെ ട്രിപ്പ് വല്ലതും വരുമോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒലയിൽ മാത്രമാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. റാപ്പിഡോ ഊബറോ ലോഗിൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇൻസെൻറ്റീവ് ഒലയിൽ ഇൻസെൻറ്റീവ് എടുക്കാൻ വേണ്ടി എല്ലാത്തിലും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒന്നിനകത്ത് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല. അത് കാരണം ഒലയിൽ മാത്രമേ ഞാൻ ഓടുന്നത്. ഇപ്പോൾ ഒലയിൽ കണ്ടിന്യൂ റൈഡും വരുന്നുണ്ട്. അവർ ഡെയിലി 200 രൂപയോളം ഇൻസെൻറ്റീവും കിട്ടും. അത് കാരണം 10-13 റൈഡ് ചെയ്താൽ 100 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അതുകൊണ്ട് ഒരു ആപ്പിൽ മാത്രമായിട്ട് ലോഗിൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ ഇൻസെൻറ്റീവ് ഫുൾ എടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ആപ്പിൽ റൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിൻ്റെ ഇൻസെൻറ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ റൈഡ് കിട്ടും. അവിടെ നിന്നിട്ട് നമുക്ക് റൈഡ് കിട്ടിയില്ല. അവിടെ നിന്ന് നേരെ നമുക്ക് ഗ്രീൻ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നെക്സ്റ്റ് റൈഡ് കിട്ടി. പിക്കപ്പ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ലൊക്കേഷനിലെത്തി. പുള്ളിക്കാർ പറഞ്ഞത് ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ, അവിടെ പോകുന്ന വഴിക്ക് പോലീസുകാരൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിക്ക് പോലീസുകാർ ചെക്കിംഗ് ഒന്നും ഇല്ല, അത് കാരണം വെക്കേണ്ട കാര്യമില്ല എന്ന് ഞാനും പറഞ്ഞു. രാത്രി സമയത്തിൽ ഇപ്പം ഇലക്ഷൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് പോലീസുകാർ ബാരിക്കേഡ് വെച്ചിട്ട് ചില ഏരിയയിലൊക്കെ ചെക്കിങ് ചെയ്യുന്നുണ്ട്. കൂടുതലും കാറുകളാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ബൈക്കുകാരെയും പിടിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ ചെക്കിംഗ് ഒന്നും ഇല്ല. ഇവിടെയാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം. അപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു റൈഡ് വന്നു. ഒലയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ റൈഡ് ക്ലോസ് ചെയ്താൽ പെട്ടെന്ന് അടുത്ത റൈഡ് അടിക്കും. ഈ ഒരു ട്രിപ്പ് നമുക്ക് നേരെ സൗത്ത് എക്സിലേക്കാണ് ഇട്ടിരിക്കുന്നത്. സൗത്ത് എക്സ്റ്റൻഷൻ ലാജ്പത് നഗറിനടുത്തായിട്ട് വരും. ഇതിപ്പോൾ സഫ്ദർജംഗ് എൻക്ലേവിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സൗത്ത് എക്സിലേക്ക് എത്തി. നമ്മുടെ പുറകിലെ എയിംസ് ആണ്. ഈ റോഡ് നേരെ പോകുന്നത് നോയിഡ റൂട്ടിലേക്കാണ് പോകുന്നത്. നോയിഡയ്ക്ക് പോകുന്ന റോഡാണ്, ഡൽഹി നോയിഡ റോഡാണ്. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ലാജ്പത് നഗറിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. ഈ ഒരു ട്രിപ്പ് നമ്മൾ നേരെ മെഹ്റോളിക്കാണ്. ഈ ട്രിപ്പ് ഞാൻ ഊബറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒലയിൽ ഓട്ടോ ഒന്നും വരുന്നില്ല, അപ്പോൾ ഊബർ ലോഗിൻ ചെയ്തപ്പോൾ നേരെ മെഹ്റോളിക്ക് ഓട്ടം കിട്ടി. ഇത് 100 രൂപയുടെ ഓട്ടമാണ്, നല്ല 10 കിലോമീറ്റർ ഓട്ടമാണ്. ഞാനിപ്പം കൂടുതലും 60 രൂപയ്ക്കും 120 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഓട്ടോ കൂടുതലും എടുക്കാറ്. അതുകൊണ്ട് ഇങ്ങനെ ട്രാഫിക് ഇല്ലാത്ത സമയത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് 700-800 രൂപ ഓടാൻ പറ്റും. കാരണം 10 കിലോമീറ്റർ പോകണമെങ്കിൽ നമുക്ക് 15 മിനിറ്റ് 20 മിനിറ്റ് മതി ട്രാഫിക് ഇല്ലെങ്കിൽ. അതേസമയം ട്രാഫിക് ഉണ്ടെങ്കിൽ 10 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ കുറഞ്ഞതെടുക്കും. ലാജ്പത് നഗർ മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ മെഹ്റോളി കിഷൻഗഡിലെത്തി. ഇവിടെ പണി നടക്കുക. റോഡിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് ഇമാർ ടാറിങ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ പുത്തൻ ടയർ ആയതുകൊണ്ട് പിന്നെ ഈ കല്ലിനകത്തൂടെ പോകുന്ന കുഴപ്പമില്ല. ട്യൂബ് ടയർ ആയിരുന്നെങ്കിൽ പണിയായേനെ. കിഷൻഗഡിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. 110 രൂപ കേട്ടോ. ഇനി ഇവിടെ നമുക്ക് വേറെ റൈഡൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 11:30 ഇനി നമുക്ക് നേരെ വീടിൻ്റെ അങ്ങോട്ടുള്ള റൈഡ് എടുത്തിട്ട് വരെ പോയേക്കാം. കാരണം 12 മണി കഴിഞ്ഞ്, ഞായറാഴ്ച ദിവസം 12 മണി കഴിഞ്ഞ് ഓട്ടം കുറവാണ്. മൺഡേ വർക്കിംഗ് ഡേ അല്ലേ. ഇനി ഇവിടെ നിന്ന് നേരെ സാക്കേതിലേക്കുള്ള ഓട്ടം ഉണ്ടോ നോക്കാം. വീടിൻ്റെ അവിടേക്കുള്ള ഓട്ടം ഉണ്ടോ നോക്കാം. കിട്ടാതിരിക്കത്തില്ല. അങ്ങനെ ഇന്ന് നമ്മൾ 10 റൈഡ് കംപ്ലീറ്റ് ചെയ്തു. 758 രൂപയ്ക്ക് ഓടി. അതിലൊരു 200 രൂപ പെട്രോള് പോയി കഴിഞ്ഞാൽ 550 രൂപ 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടി. ഇതാണ് ഞായറാഴ്ച ഈവനിങ്ങുള്ള ഓട്ടത്തിൻ്റെ ഗുണം. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത് ഏതെങ്കിലും ഒരു ട്രിപ്പ് എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് ഇനി ആഴ്ചയിൽ 3 വീഡിയോ കണ്ടിന്യൂ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് റീച്ച് ആയതിന് ശേഷം നമ്മൾ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ അടിപൊളി വീഡിയോസ് ഉടനെ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.